യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. യഹൂദന്മാരെ പേടിച്ചിട്ട് വാതിലടച്ച് മുറിക്കകത്തിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയുക, നിങ്ങൾക്ക് സമാധാനം. അവരുടെ നേതാവായ, അവരുടെ ഗുരുവായ, അവരുടെ രാജാവായ യേശുവിനെ യഹൂദന്മാരുടെ ഒത്താശയോടുകൂടെ റോമൻ അധികാരികൾ ഇരുകള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചപ്പോൾ വള്ളവും വലയും സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ഒരു പെരുവഴിയിലായല്ലോ, പുറത്തിറങ്ങാൻ പോലും ഇനി പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് വാതിലടച്ചകത്തിരിക്കുമ്പോൾ യേശുവിടെ നടുവിലിറങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമാനി സഹോദര സഹോദരി, പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആൾക്കാരെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, എങ്ങനെ വെളിയിൽ ഞാൻ ഇറങ്ങും, എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും, നാളെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ പകൽ ഈ രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ നടുവിൽ ഒരുവൻ ഇന്ന് പകൽ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമാധാനം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലല്ല. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഈ പകൽക്കാലം സകല ബുദ്ധിയെ കവിയുന്ന ദിവ്യമായ സമാധാനത്താൽ നിറയ്ക്കാൻ യേശുവിന് കഴിയും. ഇന്ന് ലോകത്തിൽ മാർക്കറ്റുകളിൽ ലഭ്യമാകാത്ത, കാശ് കൊടുത്താൽ കിട്ടാത്തതൊന്നുമില്ല. പക്ഷെ സമാധാനം ഒരിടത്തും വിലയ്ക്ക് വാങ്ങാൻ കിട്ടത്തില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഒന്ന് അതായിരുന്നേനെ. വ്യക്തിപരമായ സമാധാനമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ല, ദേശത്ത് സമാധാനമില്ല, രാജ്യങ്ങൾ സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി അനേകർ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് മലകൾ, ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. സമാധാനം ഇല്ല. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന മനിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദിവ്യമായ സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ മുൻപോട്ട് നയിക്കാൻ യേശുവിന് കഴിയും. എത്ര പേർ എന്നോട് ചേർന്ന് പൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ആ സമാധാനം എൻ്റെ മേൽ പകരണമേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. കർത്താവേ, എന്നെ കാണുന്ന കേൾക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനം ഇവിടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ, ഇവിടെ മനസ്സിലുണ്ടാകട്ടെ, ഇവിടെ കുടുംബങ്ങളിൽ, ഇവിടെ തലമുറയിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ തിര അതിശക്തമായി പടകിനകത്ത് അടിച്ചു കയറുമ്പോഴും യേശു ആ മരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങി. ഇപ്പോൽക്കാലം ദൈവ സമാധാനം തന്നാൽ ഏത് പ്രതികൂലത്തിന്റെ കാറ്റിനകത്തും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. ഈ പകൽക്കാലം ദിവ്യമായ സമാധാനത്താൽ എന്നെ കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് പകൽ നിറയപ്പെടാൻ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ. ദൈവിക സമാധാനത്താൽ നിറയപ്പെടട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.